പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? മനോഭാരത്തോടെ ഇരിക്കുന്നുവോ? ഏതോ ഒരു വേദന മനസ്സിനെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? ഒരു പ്രശ്നം, ഒരാകുലത, ഒരു വ്യാധി, ഒരാവശ്യം, അഥവാ നിങ്ങളുടെ ഭർത്താവിനെയോ മക്കളെയോ അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് എപ്പോഴും മാനസിക സമ്മർദ്ദമാണ്, ഭാരം ചുമന്ന് തളർന്നിരിക്കുന്നു എന്ന് പറയുകയാണോ? ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് യഹോവ പറയുന്നു. എന്റെ മകനെ, മകളെ, നിന്റെ ഭാരത്തെ യഹോവയുടെ മേൽ വെക്ക്. നീ എന്തിനാണ് ചുമന്നുകൊണ്ടിരിക്കുന്നത്? നീ എന്തിനാണ് ഈ ഭാരം ചുമക്കുന്നത്? ഞാനുണ്ടല്ലോ നിനക്ക്. യേശു വളരെ ഭാരമുള്ള കുരിശ് ചുമന്ന് ഗൊൽഗതയിലേക്ക് പോയില്ലേ? യേശുവിന്റെ മേൽ വെച്ചിരുന്ന കുരിശ് തോളിനെ അതിയായി അമർത്തുന്ന ഭാരമുള്ളതായിരുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് ചുമക്കാൻ പറ്റാത്ത വിധത്തിൽ ഭാരമുള്ളതായിരുന്നു. അത് ചുമന്നുകൊണ്ട് പോയില്ലേ? എന്തിനു വേണ്ടി? നമ്മുടെ ഭാരത്തെ തന്റെ തോളിൽ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യാനായിട്ടാണ് യേശു കുരിശിൽ നമ്മുടെ ഭാരം ചുമന്നത്. അതൊരു മരക്കുരിശിന്റെ ഭാരമല്ല, നമ്മുടെ ഭാരമാണ്. പാപത്തിന്റെ ഭാരം, ശാപത്തിന്റെ ഭാരം, വ്യാധിയുടെ ഭാരം, നിന്ദയുടെ ഭാരം, അപമാനത്തിന്റെ ഭാരം, ഞെരുക്കത്തിന്റെ ഭാരം, ഇങ്ങനെ നമ്മെ വേദനിപ്പിക്കുന്ന എത്രയോ ഭാരമുള്ള കാര്യങ്ങളുണ്ടല്ലേ? അതെല്ലാം യേശു കുരിശിൽ വഹിച്ചു. എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടി. പിന്നെന്തിന് നിങ്ങൾ ഭാരം ചുമക്കുന്നു? യേശു നിങ്ങളെ ആദരിക്കും. എന്റെ മേൽ വെക്കൂ എന്ന് യേശു പറയുന്നു. ഇന്ന് ആ ഭാരത്തെ വെച്ചാൽ ഇന്ന് തന്നെ ഒരു മാറ്റമുണ്ടാകും. നിങ്ങളെ ദുഃഖിപ്പിച്ചു മനോഭാരമുണ്ടാക്കുന്നത് എന്താണോ ആ കാര്യത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടാകുന്നത് നിങ്ങൾ കാണും. ഇപ്പോൾ വിശ്വസിക്കൂ. എനിക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ ഭാരം ചുമന്നത്. എന്റെ ഭാരങ്ങളെല്ലാം യേശു ചുമന്നു. ഇനി ഞാനത് ചുമക്കേണ്ടതില്ല എന്ന് സമർപ്പിക്കുമോ? ഇപ്പോൾ സമർപ്പിച്ചു നോക്കൂ. ഈ നിമിഷം തന്നെ ഒരു മാറ്റമുണ്ടാകുന്നത് നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാമോ? യേശുവേ, എന്റെ ഭാരങ്ങളെല്ലാം അങ്ങയുടെ മേൽ വെക്കുന്നു. എന്റെ ഭാരങ്ങളെ അങ്ങ് കുരിശിൽ ഭാരമായി ചുമന്നിരിക്കുന്നു. ഇനി ആ ഭാരത്തെ ഞാൻ ചുമക്കാൻ പോകുന്നില്ല. അങ്ങയുടെ പാദത്തെങ്കിൽ അത് വെക്കുന്നു. അങ്ങനെ ആദരിക്കുന്ന ദൈവമാണ്. ഇന്ന് തന്നെ എന്റെ ഭാരത്തെ അങ്ങ് ചുമക്കുന്ന കരുണയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ